ഇതൊരു കൃഷിസ്ഥലം മാത്രമല്ല, ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു. കുറ്റ്യാടിപ്പുഴ പതിയെ മാഞ്ഞു തുടങ്ങിയപ്പോൾ വെള്ളം തേടിയെത്തിയവർ ഒടുവിൽ പുഴയിൽ കൃഷിയിറക്കിയ കാഴ്ചയാണിത്. ഒരു പുഴയുടെ അന്ത്യക്രിയ നടന്ന മണ്ണിൽ വിത്തിട്ടപ്പോൾ 100 മേനിയാണ് വിളഞ്ഞത്. മണ്ണിനടിയിൽ ഉറങ്ങുന്ന പുഴയുടെ അവസാന തുള്ളി കണ്ണുനീർ കൊണ്ടാണ് കുറ്റ്യാടിക്കാർ ഈ പച്ചക്കറിക്ക് നനയ്ക്കുന്നത്. തക്കാളി, വെണ്ട, വഴുതിന, ചീര, കക്കിരി, കുമ്പളങ്ങ, പടവലം എന്നുവേണ്ട സകല പച്ചക്കറികളും നിരവധി വീട്ടുകാരാണ് പുഴയുടെ നടുവിൽ കൃഷി ചെയ്യുന്നത്. എന്തിന് പുഴ കൃഷിസ്ഥലമാക്കിയെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരമുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നം, നനക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുത്ഭവിക്കുന്ന നീരുറവുകൾ ചേർന്നാണ് കുറ്റ്യാടിപ്പുഴ രൂപം കൊള്ളുന്നത്. കാവിലുംപാറ, മരുതോങ്കര, വട്ടിപ്പന എന്നിവിടങ്ങളിൽ നിന്നെല്ലാം എത്തിച്ചേരുന്ന കൈവഴികളെല്ലാം ഇന്ന് അറ്റു തുടങ്ങിയിരിക്കുന്നു. പക്രന്താളം, നാദാപുരം മുടിയുടെ അടിഭാഗം, ചൂരണി, വട്ടിപ്പനമല എന്നിവിടങ്ങളിലെ അശാസ്ത്രീയവും അനധികൃതവുമായ കരിങ്കൽ ഖനനം കുറ്റ്യാടിപ്പുഴയ്ക്ക് ചരമഗീതമൊരുക്കി. കോഴിക്കോട്, വടകര, കൊയിലാണ്ടി വഴി 74 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ജലസമൃദ്ധമായ കുറ്റ്യാടിപ്പുഴയെ ആശ്രയിച്ചാണ് വേനൽക്കാലത്തുൾപ്പെടെ ജനങ്ങൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കഥ മാറി. വേനൽക്കാലത്ത് വെള്ളം പിന്നെ സാധാരണ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം ഞങ്ങൾക്ക് കുളിക്കാൻ എല്ലാത്തിനുള്ള വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല പറ്റിപ്പോയി. ഇപ്പോൾ കനാൽ തുറന്നുകൊണ്ടാണ് ഇത്രയും വെള്ളിയിൽ കാണുന്നത്. ഇത്രയും നാൾ ഇടമുറിഞ്ഞൊഴുകാത്ത പുഴയ്ക്ക് ഇതെന്തു പറ്റിയെന്ന ആദ്യ പങ്കുവെക്കുന്ന നാട്ടുകാർ പുഴയുറങ്ങുന്ന തരിശുമണ്ണിൽ വിത്തെറിയുകയാണ്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം MM രാഗേഷ്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.